ഹായ് ഓൾ, ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. ഇപ്പോൾ നിഫ്റ്റിയിൽ പുട്ട് ഓപ്ഷനിൽ ഒരു ട്രേഡ് വരുന്നുണ്ട്. ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഒക്കെ ടാപ്പ് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ 23,950 പുട്ട് ഓപ്ഷനാണ് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. വാച്ച് ലിസ്റ്റിൽ ഉണ്ട് ഓൾറെഡി അത്. സോ 390 ക്വാണ്ടിറ്റി, കവർ ഓർഡർ, അതേപോലെ സ്റ്റോപ്പ് ലോസ്, മാർക്കറ്റ് ഓർഡർ. ഒക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഓൾറെഡി ടാപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ലോവർ ടൈം ഫ്രെയിമിൽ ഇതുവരെ ട്രേഡ് വന്നില്ല. നമുക്ക് പ്രീമിയത്തിൻ്റെ മൊമെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല, അത്യാവശ്യം മൊമെൻ്റ് ഉണ്ട്. 6 പോയിൻ്റ് SL എന്ന് പറയുമ്പം ഏകദേശം ഈ ഒരു റേഞ്ചിൽ വരും. കുഴപ്പമില്ല. 30 പോയിൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ ചെറുതാണ്. 30 പോയിൻറ്റ്സിലും കൂടുതലൊക്കെ മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ പ്രീമിയത്തിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ എടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ 1:5 റേഞ്ചിലൊക്കെ കിട്ടാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. പക്ഷേ എൻട്രി ഒന്നുമില്ല. കുറച്ച് നേരം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഹയർ ടൈം ഫ്രെയിമിൽ കൂടി ടാപ്പ് ചെയ്തിട്ടുള്ള ഒരു 5 മിനിറ്റ് IDX, പ്രോപ്പറായിട്ടുള്ളൊരു 5 മിനിറ്റ് IDX ടാപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുന്നേ ഇന്ന് രാവിലെ ഇന്നലത്തെ ഡേ ഹൈയും കൂടെ ടാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു സ്ട്രോങ് ലെവലാണ്. അത് ടാപ്പ് ചെയ്തതിന് ശേഷമാണ് ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലിക്വിഡിറ്റിയുടെ ടാപ്പ് ചെയ്ത്. അതുകൊണ്ട് ഡൗൺ സൈഡിലേക്ക് പോകാൻ തന്നെയാണ് പ്രോബബിലിറ്റി വളരെ കൂടുതലായിട്ട് ഉള്ളത്. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. എൻട്രി വരുന്ന സമയത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നിഫ്റ്റി എൻട്രി ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 1 മിനിറ്റിലുള്ള പ്രോപ്പർ എൻട്രി ഏരിയ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ അവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പൊസിഷൻ്റെ ടൂൾ വെച്ച് മാർക്ക് ചെയ്ത് വെക്കാം എൻട്രി ഏരിയ. ഈ ഒരു റെഡ് ക്യാൻഡലിൻ്റെ ടോപ്പിലാണ് നമ്മൾ എൻട്രി ഏരിയ വരുന്നത്. അവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾ എൻട്രി എടുക്കാം. ടാർഗറ്റ് വെക്കുന്ന ഈ ഒരു ലെവലാണ് 23,887.4 എന്ന് പറഞ്ഞ ലെവലാണ് നമ്മൾ ടാർഗറ്റായിട്ട് വെക്കുന്നത്. സോ അവിടെ എത്തുന്ന സമയത്ത് 30 പോയിൻറ്റ്സ് കിട്ടുമെന്ന് വിചാരിക്കാം. 1:2 എന്തായാലും 1:2, 3 ഒക്കെ കിട്ടും. 1:5 കിട്ടുമെന്നുള്ളത് ഉറപ്പില്ല. നമുക്ക് നോക്കി നോക്കാം. ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വരുന്നുണ്ട്. ടാപ്പ് ചെയ്തില്ല. ബാക്കി പൊസിഷൻ ഓർഡർ വിൻഡോ ഒക്കെ നമ്മൾ രാവിലെ റെഡിയാക്കി വെച്ചാണ്. കുറച്ച് നേരമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതുവരെ കിട്ടിയില്ല. എൻട്രി എടുക്കാനുള്ള റീസണും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് ഓൾറെഡി. അപ്സൈഡുള്ള ഒരു ലിക്വിഡിറ്റി രാവിലെ തന്നെ ടാപ്പ് ചെയ്ത്, അതിനുശേഷം താഴെ ഒരു ലിക്വിഡിറ്റി ഉണ്ട് ഇന്നലത്തെ ഡേയിൽ, അത് ടാപ്പ് ചെയ്തില്ല. അതിൻ്റെ കൂടെ ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു 5 മിനിറ്റ് IDX കൂടെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റീസൺസൊക്കെ വെച്ചിട്ടാണ് ഇന്നൊരു ട്രേഡ് കൺസിഡർ ചെയ്യുന്നത് താഴേക്ക്. സോ എൻട്രീൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം. ആ ഏരിയ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻട്രി എടുക്കാം. നമ്മുടെ എൻട്രി ഏരിയ ടാപ്പ് ആയിട്ടുണ്ട്. നമുക്ക് ട്രേഡ് എടുക്കാം. ട്രേഡ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഡീറ്റെയിൽസൊക്കെ നോക്കുകയാണെങ്കിൽ എൻട്രി കിട്ടിയത് 110.95 ഭയങ്കര ഫാളാണല്ലോ. 6 പോയിൻ്റ് SL വെക്കുന്നതുകൊണ്ട് ചില സമയത്ത് ഇങ്ങനെയൊക്കെ വരും. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ SL അടിക്കും. എടുത്തതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. വലിയൊരു റൂമിൻ്റെ താഴേക്ക് വന്നാൽ സ്പോട്ടിൽ തന്നെ SL അടിക്കും. പക്ഷേ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. 110 SL അടിച്ചില്ല. SLൻ്റെ തൊട്ടടുത്ത് വരെ പോയിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് മാർക്കറ്റ് മേലെ കയറിയാൽ അപ്പം SL അടിക്കും. ഏതായാലും നമുക്ക് നോക്കി നോക്കാം. ട്രേഡ് ഏതായാലും ബ്രേക്ക് ഈവനിലേക്ക് എത്തിയിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അവിടെ നിൽക്കുന്നുണ്ട്. ഇനി താഴേക്ക് വരുമെന്നുള്ളത് വെയിറ്റ് ചെയ്ത് നോക്കാം. ഏതായാലും നമ്മൾ അപ്സൈഡുള്ള ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഇന്നലത്തെ ഡേ ഹൈയും ടാപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള IDXും ടാപ്പ് ചെയ്തിട്ടുണ്ട്. സോ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള കൺഫർമേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. അത്രയും നമുക്ക് ചെയ്യാനുള്ളൂ. അതിൽ പിന്നെ SL ആയാലും വേണ്ടിയില്ല, ടാർഗറ്റ് ആയാലും വേണ്ടിയില്ല, എന്തായാലും വേണ്ടിയില്ല. നമ്മുടെ SL ഏതായാലും അടിച്ചില്ല എന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് വരെ പോയിട്ടുണ്ട്. അവിടെ നിന്നാണ് തിരിച്ച് വരുന്നത്. നമ്മുടെ ടാർഗറ്റ് ഏതായാലും ഫിക്സഡ് ആണ്. ടാർഗറ്റ് ഇവിടെ നിഫ്റ്റിയിൽ ഫിക്സഡായി വെച്ചിട്ടുണ്ട്. സാധാരണ ടാർഗറ്റ് വെക്കുന്ന സമയത്ത് ചില സമയത്ത് ഞാൻ പറയലുണ്ട്, 2 ടാർഗറ്റൊക്കെ വെച്ചിട്ട് നിഫ്റ്റീൻ്റെ മൊമെൻറ്റത്തിന് നോക്കിയിട്ട് പ്രീമിയത്തിൻ്റെ മൊമെൻറ്റത്തിനനുസരിച്ചിട്ട് ടാർഗറ്റ് ബുക്ക് ചെയ്യാന്നുള്ള രീതിയിലൊക്കെ പറയലുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനത്തെ പ്ലാനും കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് സിംഗിൾ ടാർഗറ്റ്, ഒറ്റ ടാർഗറ്റ് മാത്രമേ ഉള്ളൂ, ഈ ഒരു ലെവൽ മാത്രം. അവിടെ എത്തുന്ന സമയത്ത് നിഫ്റ്റിക്ക് മൊമെൻ്റ് ഉണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി, എന്തായാലും ഞാൻ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും. ഏതായാലും നമ്മുടെ ട്രേഡ് ചെറിയ രീതിയിൽ ടാർഗറ്റിൽ വരുന്നുണ്ട്. ഒരു പ്രോഫിറ്റ് നല്ല രീതിക്ക്. ആ ഒരു എന്താ പറയുക, നമ്മൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് താഴേക്കുള്ളൊരു മൊമെൻ്റ് ഉണ്ടല്ലോ പ്രീമിയത്തിൽ, ആ മൊമെൻറ്റത്തിൽ എന്തായാലും നമ്മൾ SL അടിച്ചില്ല. അതിൽ തിരിച്ച് കയറി വരുന്നുണ്ട്. ബാക്കിയുള്ളത് എന്താണെന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കി നോക്കാം. യൂട്യൂബിൽ എന്തായാലും അത്യാവശ്യം നല്ല രീതിക്ക് കോൺട്രവേഴ്സീസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. ഇന്നലത്തെയും മെനിയാന്നത്തെ ഇതിൻ്റെ തൊട്ട് മുന്നേ ഞാൻ ഇട്ട 2 വീഡിയോയിലൊക്കെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ കമൻറ്റ് സെക്ഷനൊക്കെ ഫുള്ള് കോമഡിയും കാര്യങ്ങളൊക്കെയാണ്. ഏതായാലും അതൊക്കെ ഒരു സൈഡിൽ കൂടെ അങ്ങനെ നടക്കട്ടെ. നമ്മൾ ട്രേഡ് ചെയ്ത് ഈ സൈഡിൽ കൂടെ അങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഒക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണല്ലോ അല്ലേ. ഏതായാലും നമ്മൾ ട്രേഡ് ടാർഗറ്റിലേക്ക് വരുന്നുണ്ട്. നമ്മൾ അൾട്ടിമേറ്റ് എയിം നല്ല ട്രേഡർ ആവുക, നല്ല ട്രേഡ്സ് എടുക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ്. അതേതായാലും നല്ല ഭംഗിയായി നടക്കുന്നുണ്ട്. ഈ മാസമൊക്കെ നല്ല ഹ്യൂജ് പ്രോഫിറ്റ്. ഈ ആഴ്ച നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ലോസാണ്. ആകെ 2 ദിവസമേ ട്രേഡ് ഉണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ആ 2 ദിവസം ലോസ് തന്നെയാണ്. ഒരു ദിവസം 10,000 12,000 ഇട്ടും, വേറെ ദിവസം 2 ട്രേഡ് SL അടിച്ചിരുന്നു.
ഇപ്പോൾ ഈ വീക്ക് നോക്കുകയാണെങ്കിൽ നല്ല ലോസാണ്. പക്ഷേ ഈ മന്ത് ഓവറോൾ നോക്കുകയാണെങ്കിൽ എൻ്റെ ലൈഫിലെ ഏറ്റവും ഹയസ്റ്റ് പ്രോഫിറ്റ് ആവാനാണ് ചാൻസ് എന്നാണ് തോന്നുന്നത്. ഇന്ന് ഇന്ന് ട്രേഡ് എടുത്തിട്ട് ലോസ് അടിക്കുകയാണെങ്കിൽ പോലും ഈ മന്ത് ഓവറോൾ നല്ല ഹ്യൂജ് പ്രോഫിറ്റിലായിരിക്കും. ഇന്നിപ്പോൾ ലാസ്റ്റ് ഡേ ആണ്. ഇന്നും കൂടെ കഴിഞ്ഞാൽ ഈ മന്ത് എൻ്റെ നാളെ മറ്റന്നാളോ നോക്കിയിട്ട് ഞാൻ PNL അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ മന്തിൻ്റെ. സോ ഈ മന്ത് എന്തായാലും അത്യാവശ്യം നല്ല ഹ്യൂജ് പ്രോഫിറ്റാണ്. നമ്മളെ എയിം അതാണ്, ട്രേഡിങ്ങിൽ പ്രോഫിറ്റബിൾ ആവുക എന്നുള്ളതാണ് നമ്മളെ എയിം. അല്ലാതെ യൂട്യൂബിൽ ജസ്റ്റ് ഒരു സൈഡ് ഇൻകം എന്നുള്ള രീതിക്കാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏതായാലും പ്രശ്നമില്ല, നമുക്ക് നോക്കാം ഈ ട്രേഡ് ടാർഗറ്റ് അടിക്കുമോ. ടാർഗറ്റിൽ വരുന്നോണ്ടിരിക്കുന്നുണ്ട്, വെയിറ്റ് ചെയ്ത് നോക്കാം. ടാർഗറ്റോ SL ഏതെങ്കിലും അടിക്കുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യും. ഇതിപ്പോൾ എത്ര വന്ന് വിചാരിച്ചിട്ട് ടാർഗറ്റ് അടിച്ചോളം നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ട് ടാർഗറ്റിൻ്റെ അടുത്ത് വന്നിട്ട് തിരിച്ചു പോയിട്ട് SL അടിക്കാം. അങ്ങനെ എന്ത് വേണം സംഭവിക്കാം. ഏതായാലും നമുക്ക് വിഷയമല്ല. നമ്മൾ ടാർഗറ്റ് അടിക്കുകയാണെങ്കിലും ശരി, SL അടിക്കുകയാണെങ്കിലും ശരി, ആ രണ്ട് ഔട്ട്കം ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. അങ്ങനെ പിന്നെ ലോസ് ഒന്നുമല്ല, നമുക്ക് പ്രശ്നമില്ല. ഇനിയിപ്പോൾ ടാർഗറ്റ് തൊട്ടടുത്ത് എത്തിയാൽ നമ്മൾ മൈൻഡിലേക്ക് എടുക്കുന്നില്ല. ടാർഗറ്റ് പ്രോഫിറ്റ് കിട്ടി എന്നുള്ള രീതിക്ക് നമ്മൾ മൈൻഡിലേക്ക് എടുക്കുന്നില്ല. ടാർഗറ്റ് അടിച്ച് എക്സിറ്റ് ആയാലേ അത് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ. അതുവരെ പ്രോഫിറ്റ് നമ്മളെ പ്രോഫിറ്റ് അല്ല. അതാ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രീമിയം നല്ല രീതിക്ക് താഴേക്ക് വരുന്നുണ്ട്. ഏതായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ബാക്കി അങ്ങോട്ട് ഞാൻ കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിക്കാം. ഓക്കെ, നിഫ്റ്റി നമ്മുടെ ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. പ്രീമിയം കുറച്ചും കൂടെ കയറുമെന്ന് അറിയില്ല നിഫ്റ്റി ടാർഗറ്റ് അടിക്കുമ്പോൾ. ഏതായാലും നമ്മൾ നിഫ്റ്റി അവിടെ എത്തുന്ന സമയത്ത് എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും. ടാപ്പ് ചെയ്തില്ല. നിഫ്റ്റിയിൽ എത്ര പോയിൻ്റ് അല്ല പ്രീമിയത്തിൽ എത്ര പോയിൻ്റ് ആയാലും അവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എക്സിറ്റ് ചെയ്യാം. പ്രീമിയം അവിടെ എത്തിയില്ല, എന്നാലും കുഴപ്പമില്ല, നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഓക്കെ, ആ ട്രേഡ് അവിടെ എക്സിറ്റ് ആയിട്ടുണ്ട്. നിഫ്റ്റിയിൽ നമ്മൾ പ്രോപ്പർ ടാർഗറ്റ് വെച്ചിട്ടാണ് ട്രേഡ് എടുത്തത്. പിന്നെ നമ്മൾ പ്രീമിയം നോക്കേണ്ട ആവശ്യമില്ല. ആദ്യം പറഞ്ഞാണ് പ്രീമിയം നോക്കുന്നില്ല. പ്രീമിയം 1:5 കുറവാണെങ്കിലും ശരി, കൂടുതലാണെങ്കിലും ശരി, അത് പ്രശ്നമല്ല. ഏതായാലും ഈ ട്രേഡിൽ നമുക്ക് 9,000 റുപ്പീസാണ് പ്രോഫിറ്റ് കിട്ടിയത്. 9,700 റേഞ്ചിലാണ്. 9,769.5 ആണ് കറക്റ്റായിട്ട് പ്രോഫിറ്റ് കിട്ടിയത്. അതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 136 ആ ട്രേഡ് എക്സിറ്റ് ആയത്. 136 പറയുമ്പം 136 ഓക്കെ, ഏകദേശം ഇവിടെ ഒരു 136. അതിൽ പോയിൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 25 പോയിൻറ്റ്സാണ്. 1:4.35 1:5ൻ്റെ അടുത്ത് തന്നെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. നല്ല അടിപൊളി ട്രേഡ് തന്നെയാണ്. മാർക്കറ്റ് താഴേക്ക് വന്നതിനാണ് പ്രോബിലിറ്റി കൂടുതൽ തോന്നുന്നത്. കാരണം ഹയർ ടൈം ഫ്രെയിമിൽ ഞാൻ പറഞ്ഞത് രാവിലെ നല്ല രീതിക്കുള്ള ലിക്വിഡിറ്റിയാണ് കളക്ട് ചെയ്തത്. പക്ഷേ ഓവർ അടിയിലേക്ക് റൈഡ് ചെയ്യാത്തതിനുള്ള റീസൺ ഇപ്പോൾ താഴെ ഒരു ചെറിയ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് IDX ടാപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ടാർഗറ്റ് വെച്ചത്. അതുകൊണ്ട് തന്നെ അപ്പ് സൈഡിലേക്ക് പോകാനുള്ളൊരു ചെറിയ പ്രോബിലിറ്റി ഉണ്ട്. ഓവറോൾ ഡൗൺ സൈഡിലേക്കാണ്, പക്ഷേ ഇപ്പോൾ ചെറിയൊരു IDX താഴെ ടാപ്പ് ചെയ്തുകൊണ്ട് അപ്പ് സൈഡിലേക്കും ചെറിയൊരു പ്രോബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ എക്സിറ്റ് ചെയ്തത്. സോ ഇപ്പം നിലവിൽ ചെറിയൊരു കൺഫ്യൂഷൻ സ്റ്റേജിലേക്കാണ്, മേലേക്ക് വേണോ താഴേക്ക് വേണോ ഉള്ളത്. അതുകൊണ്ട് ഇനി ഈ ട്രേഡ് നമുക്ക് നോക്കി നോക്കാം. ഇന്ന് നമ്മൾ രാവിലെ പറഞ്ഞ പോലെ തന്നെ വേറെ ട്രേഡ്സും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി ഈ ഫസ്റ്റ് ടാർഗറ്റ് അടിച്ച സമയത്ത് ചെറിയൊരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് ഞാൻ. PNL കാണിച്ചു തരാം. PNL രാവിലെ എടുത്ത ഒറ്റ ട്രേഡ് മാത്രമേ ഉള്ളൂ. 10:23 എടുത്ത് 52 എക്സിറ്റ്, 33 40 ഓൾമോസ്റ്റ് ഒരു 30 മിനിറ്റ്സ് ഉണ്ടായിന്. 30 മിനിറ്റ്സ് കൊണ്ട് ഒരു 10,000 അടുത്താണ് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. സോ അതിന് ശേഷം ആ ട്രേഡ് ടാർഗറ്റ് അടിച്ചത് ഓൾമോസ്റ്റ് ഇവിടെ നിന്ന് എങ്ങനെയാണെന്ന് തോന്നില്ല,
10.52 ഇവിടെ നിന്നാണ് ടാർഗറ്റ് അടിച്ചത്. ഇവിടുന്ന് ആ ട്രേഡ് ടാർഗറ്റ് അടിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞത് ചെറിയൊരു കൺഫ്യൂഷൻ സ്റ്റേജിലാണെന്ന്. ഓവറോൾ താഴേക്ക് പോകാനാണ് ചാൻസ് പറഞ്ഞത്. അതങ്ങനെ തന്നെ മാർക്കറ്റ് മേലെ താഴേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു ലിക്വിഡിറ്റി ഏരിയ നമ്മൾ ടാർഗറ്റ് വെച്ച ആ ഏരിയ ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ ചെറുതായിട്ട് മേലേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇവിടെ കുറച്ച് നേരം കൺസോൾട്ടേറ്റ് ചെയ്ത് നിന്ന് കളിച്ചതിന് ശേഷമാണ് താഴേക്ക് വന്നത്. സോ അങ്ങനെ ആയതുകൊണ്ട് തന്നെ വേറെ ട്രേഡ്സ് ഒന്നും ഇല്ല ഇനി. പിന്നെ ഡയലോഗ് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്ന് പിന്നെ ഇവിടെ ഓരോ ലിക്വിഡിറ്റി എടുക്കുമ്പോൾ വേണമെങ്കിൽ താഴേക്ക് കൺസിഡർ ചെയ്യാം. അതാ ഈ ഒരു ലിക്വിഡിറ്റി എന്നൊക്കെ വേണമെങ്കിൽ താഴേക്ക് കൺസിഡർ ചെയ്യാം. ബട്ട് ഞാനത് ചെയ്തില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരു നല്ല ടാർഗറ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ മാക്സിമം ട്രേഡ്സ് എടുക്കാറില്ല. ചിലപ്പോൾ എടുക്കും, വളരെ റെയറായിട്ട് മാത്രമേ എടുക്കുള്ളൂ. ഇതിപ്പോൾ ഓൾറെഡി 9,700 പ്രോഫിറ്റ് ഉള്ളൂ. എൻ്റെ ഫുൾ ടാർഗറ്റ് ഇല്ല, അത് ടാർഗറ്റ് കുറവാണ്, ചെറിയ ടാർഗറ്റാണിത്. 12,000 11,000 റേഞ്ചിലൊക്കെ ആയിരിക്കും 1:5 ആണെങ്കിൽ ഉണ്ടാവുക. അതല്ല 1:15 20 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലും ഹ്യൂജ് പ്രോഫിറ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റാണ് ഇത് കിടക്കുന്നത്. ഇതിൻ്റെ മേലേക്ക് ഇനിയിപ്പോൾ ഞാനൊരു ട്രേഡും കൂടെ എടുത്തിട്ട് 1-2 ട്രേഡ് എടുത്തിട്ട് അത് ലോസ് വരികയാണെങ്കിൽ ഈ 9,000 എന്നുള്ളത് 7,000 ആയി, വീണ്ടും 2,000 കുറഞ്ഞാൽ 5,000 ആയി, അങ്ങനെ കുറഞ്ഞു വരും. സോ അത് കുറയുന്നത് എനിക്ക് ഇമോഷണലി നല്ല രീതിക്ക് ട്രിഗർ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതെനിക്കറിയാം, അതെനിക്ക് അങ്ങനെ ഞാൻ ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ ട്രിഗർ ആവാൻ വളരെ ചാൻസ് കൂടുതലാണെന്ന്. അതുകൊണ്ട് പിന്നെ ഞാൻ വല്ലാതെ ട്രേഡ് നോക്കിയില്ല. എന്നാലും അത്രയും നല്ല ഓപ്പർച്യൂണിറ്റി ഒക്കെ വരികയാണെങ്കിൽ ചില സമയത്ത് ഞാൻ കൺസിഡർ ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് കൺസിഡർ ചെയ്തില്ല. ഞാൻ രാവിലെ പറഞ്ഞല്ലോ, ചെറിയൊരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് ഇനി. അപ്പോൾ ട്രേഡിങ്ങിൽ ഒരിക്കലും വേറൊരാളെ സെറ്റപ്പോ കാര്യങ്ങളോ വെച്ചിട്ട് നമുക്ക് അതേപോലെ ഫോളോ ചെയ്തിട്ട് പ്രോഫിറ്റ് വിടാൻ കഴിയില്ല. കാരണം ട്രേഡിങ്ങിൻ്റെ ഇമോഷൻസ് എന്ന് പറഞ്ഞത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒരാൾ ഇന്ന റൂൾസ് വെച്ചിട്ട് ആ റൂൾസ് തന്നെ നമ്മൾ ഫോളോ ചെയ്താൽ ഒരാൾ ചിലപ്പോൾ ആ റൂൾസ് വെച്ചിട്ട് പ്രോഫിറ്റബിൾ ആയിട്ടുണ്ടാവും. പക്ഷേ ആ സെയിം റൂൾസ് തന്നെ നമ്മൾ വെച്ചിട്ട് നമ്മൾ പ്രോഫിറ്റബിൾ ആയിക്കൊള്ളുന്ന യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ നമ്മളെ ഇമോഷൻസ്, നമ്മളെ വീക്ക്നെസ് മനസ്സിലാക്കുക, നമ്മളെ ഇമോഷൻസിൻ്റെ ഉള്ള സ്ട്രെങ്ത്ത് മനസ്സിലാക്കുക. അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് എവിടേക്കാണോ സ്ട്രെങ്ത്ത് ഉള്ളത് ആ ഏരിയയിൽ ഫോക്കസ് ചെയ്യുക. നമുക്ക് എവിടെയാണോ വീക്ക്നെസ് ഉള്ളത് അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ റൂൾസ് സെറ്റ് ചെയ്യുക. നമുക്ക് സ്ട്രെങ്ത്ത് ഉള്ള ഏരിയയിൽ നമ്മൾ വേറെ റൂൾസ് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി, എനിക്ക് SL കണ്ടിന്യൂസ് ആയിട്ട് അടിക്കുകയാണെങ്കിൽ വലിയ വിഷയമുള്ള കാര്യമില്ല. പിന്നെ ടാർഗറ്റ് തൊട്ടടുത്ത് എത്തിയിട്ട് SLലേക്ക് വരിക, അങ്ങനത്തെ കേസൊന്നും എനിക്കിപ്പോൾ ഓവർ പ്രശ്നമില്ല, ഞാൻ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യും. അപ്പോൾ ആ ഏരിയയിലൊന്നും ഞാൻ റൂൾസ് അങ്ങനെ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ നല്ലൊരു ടാർഗറ്റ് അടിച്ചതിന് ശേഷം പിന്നെ ട്രേഡ് എടുത്തിട്ട് അത് ലോസിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എൻ്റെ ഇമോഷൻസ് ചെറിയ രീതിയിൽ ട്രിഗർ ആവാറുണ്ട്. സോ അതുകൊണ്ട് ഈ നല്ല പ്രോഫിറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സെറ്റ് ചെയ്ത റൂള് അത്രയും നല്ല ട്രേഡ് ആണെങ്കിൽ മാത്രമേ പിന്നെ എടുക്കുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം ട്രേഡ് അവോയ്ഡ് ചെയ്യായിരിക്കും ഞാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇമോഷൻസിലുള്ള വീക്ക്നെസ്സും അതേപോലെ അതിലുള്ള സ്ട്രെങ്ത്തും മനസ്സിലാക്കുക. എന്നിട്ട് ആ വീക്ക്നെസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് അത് പ്രതിരോധിക്കാൻ തക്കതായിട്ടുള്ള റൂൾസും കാര്യങ്ങളും ഫോളോ ചെയ്യാം. റൂൾസും കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ സെറ്റ് ചെയ്യാം. ഓവർ ട്രേഡിംഗ് ആണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഇത്ര ട്രേഡ് എടുക്കുള്ളൂ എന്ന് ലിമിറ്റ് വെക്കാം. അതല്ല ടാർഗറ്റ് അടിക്കുമ്പം ടാർഗറ്റ് തൊട്ടടുത്ത് എത്തിയിട്ട് പിന്നെ വന്ന് SL അടിക്കുമ്പോൾ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വേണമെങ്കിൽ കോസ്റ്റിലേക്ക് വെക്കുക. അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതി, ഇതിനും ഓരോരോ പ്രതിവിധികൾ ഉണ്ടാവും. അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കാം, എന്നിട്ട് അത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ജസ്റ്റ് ഒറ്റ ട്രേഡ് മാത്രം. അപ്പോൾ ഈ ആഴ്ച ഓവറോൾ പ്രോഫിറ്റിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 10-12 ഓൾമോസ്റ്റ് 20,000 അടുത്ത് ചിലപ്പോൾ ലോസ് ഉണ്ടാവും. അതിലിപ്പോൾ 9,000 വരെ ഓൾമോസ്റ്റ് 10,000 ഈ ആഴ്ച സ്റ്റിൽ ലോസിലായിരിക്കും. പക്ഷേ ഈ മന്ത് നല്ല പ്രോഫിറ്റിലാണ്. അതിൻ്റെ P&L ഞാൻ നാളെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.